വെൽക്കം ബാക്ക് ടു മാജിക് ഫിംഗേഴ്സ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികളായിട്ടാണ്. ഇത് ആബി, ഞങ്ങൾ ആബി എന്ന് വിളിക്കും. കുറെ നാളായി ഫ്രണ്ട്സ് ഒക്കെ പറയുന്നു ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പപ്പടം കറിയാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനകത്ത് ഓൾ തന്നെ പ്രസ് ചെയ്യണം. എങ്കിലേ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ കറിയൊന്നും ഇല്ലാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. പപ്പടം മാത്രം മതി. അപ്പോൾ നല്ലൊരു മസാല കറി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു 12 പപ്പടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പപ്പടം എടുക്കാം. ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ട് അത്രയും പപ്പടം എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കൊട്ടിക്കളയാം കേട്ടോ. കാരം ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് കൊട്ടിക്കളയുക. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് നുറുക്കിയെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ വറുത്തെടുത്തിട്ടാണ് കറി വെക്കുന്നത് പപ്പടം. അപ്പോൾ ഇത് കുറേ സമയമൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതിന് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ കറി എല്ലാം കൂടി മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കുക. അധികം വെളിച്ചെണ്ണയൊന്നും ആവശ്യമില്ല. നമ്മൾ കീറിയിരിക്കുന്ന കൊണ്ടിട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ബാക്കി വരുന്ന വെളിച്ചെണ്ണയിൽ നമുക്കിത് കറിയും ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ പപ്പടമൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മുരിയണ രീതിയിൽ വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇട്ട് പെട്ടെന്ന് കോരി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ഒന്നും ചിലപ്പോൾ മുരിഞ്ഞെന്ന് വരില്ല. മുരിയണം നന്നായിട്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ആ എണ്ണയിൽ തന്നെ ഒരു സവാള, മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തതും, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്യുക. കുറച്ച് ഉപ്പുകൂടി ഇടുക, അപ്പോൾ പെട്ടെന്ന് സോട്ടായി കിട്ടും. കുറച്ച് കറിവേപ്പില കൂടി ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ വെളിച്ചെണ്ണ, വറുത്ത വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതാ ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം നമ്മുടെ സവാളയ്ക്ക് ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് വാടി വന്നാൽ മതി. നമ്മൾ സാധാരണ കറിക്കൊക്കെ റെഡിയാക്കുന്ന പോലെ തന്നെ. ഇതിനകത്തേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഒരു 1-2 ടീസ്പൂൺ തന്നെ നന്നായിട്ട് കുമിച്ചെടുക്കുക. ആ ഒരു രീതിയിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരു 1-1.5 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. നന്നായിട്ട് ഈ പച്ചമണമൊക്കെ, ഈ മല്ലിപ്പൊടി ഞാൻ വറക്കാത്തതാണ്, അതുകൊണ്ട് തന്നെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി എരിവ് ബാലൻസ് ആവുന്ന രീതിയിൽ വേണം ഇടാനായിട്ട്. കൂടി പോകാതെ ശ്രദ്ധിക്കുക. കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവർക്ക്, സ്പൈസി ഇഷ്ടമുള്ള ആളുകൾക്ക് അതുപോലെ ഇടാം കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടാണ് നമ്മൾ പപ്പടം ഇടുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം നിങ്ങളുടെ പപ്പടം എന്തോരാണോ അതനുസരിച്ചിട്ട് അത് മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഗരം മസാലയാണ്. ഗരം മസാല വറുത്ത് പൊടിച്ച് അതിനോട്ട് എങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്, നേരത്തെ ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആക്ച്വലി മറന്നുപോയതാണ്, പിന്നീടാണ് ഓർത്തത്. അപ്പോൾ അതുകൊണ്ട് ഗരം മസാലക്ക് അങ്ങനെ കുഴപ്പമില്ലാത്തത് കൊണ്ടിട്ട് ഞാൻ പിന്നീട് ഇട്ടുവെന്നേ ഉള്ളൂ. ഇതാ ഞാൻ അതിനകത്തേക്ക് നന്നായിട്ട് ആ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇട്ട് കൊടുക്കുക. തിളക്കാതെ ഒരിക്കലും ഇടരുത്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാത്രം പപ്പടം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ ഇത്തിരി ചാറ് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്തിരി കുഴമ്പ് മാറിയിരിക്കും.
വെള്ളം കുറച്ച് അധികം ആവശ്യമുള്ളവർക്ക് അധികം നേരം തിളപ്പിക്കാണ്ട് എടുക്കാം നിങ്ങൾക്ക്. വെള്ളം അധികം ആവശ്യമില്ല, ഇത്തിരി കട്ടിയായിട്ടിരിക്കുന്നെങ്കിൽ വെള്ളം കുറച്ചിട്ട് എടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നമ്മൾക്ക് എടുക്കാം. അപ്പോൾ ഒരു ഇത്തിരി ചാറ് പോലെ ഇരിക്കും. അല്ല ഇത്തിരി കട്ടിയായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ. ഇതാ ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട്. ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ പപ്പടത്തിന് ഉപ്പുണ്ട്, അപ്പോൾ അത് അനുസരിച്ചിട്ട് നമ്മൾ സവാള വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ അവസരത്തിലൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറേ ഉപ്പങ്ങ് ഇടണ്ട. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇതാ കണ്ടില്ലേ, കറി അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി. ഇത് ചോറിനെ കൂടി നല്ല ടേസ്റ്റാണ്. വേറെ ഒന്നിനെ കൂടി ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പുട്ടിനെ കൂടിയൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കറി ഇരിക്കും തോറും ഇതൊന്ന് കുറുകി വരാറുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒരു ഇത്തിരി ലൂസായിട്ട് എടുക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കറിയുമ്പോഴേക്കും ഇതൊന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ഐക്കണോടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ തന്നെ പ്രസ് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. ബൈ.